എല്ലാ തരത്തിലും കേരള സൗഹാർദ്ദപരമായ ബജറ്റാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അവകാശപ്പെടുന്നത്. ആദായ നികുതി സ്ലാബ് ഉയർത്തിയത് കേരളത്തിനേറെ ഗുണം ചെയ്യും. വലിയ ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാർക്കും യുവാക്കൾക്കും ലഭിക്കും. കേരളത്തിലെ പല ഫണ്ടുകളും ചെലവഴിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. കേരളത്തിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടല്ല, കാര്യക്ഷമമല്ലാത്ത സർക്കാരാണ് ജനങ്ങളുടെ ദുരിതത്തിന് കാരണമെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കിയതിലൂടെ ഇടത്തരക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിനായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ സർവീസ് മേഖലയിലാണല്ലോ കൂടുതൽ ആളുകൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരും ഇടത്തരക്കാരും അതുപോലെ ചെറുകിട സംരംഭകരും ചെറുകിട കച്ചവടക്കാരും അധികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ വലിയ പ്രയോജനം ഇടത്തരക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സംരംഭകർക്ക് വലിയ തോതിലുള്ള സഹായങ്ങളാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. MSMEയുടെ പരിധി ഈടില്ലാത്ത വായ്പ 1 കോടിയിൽ നിന്ന് 5 കോടിയായി വർദ്ധിപ്പിച്ചിരിക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറുകിട സംരംഭകർക്ക് ഇത് വലിയ പ്രയോജനം നൽകുന്ന ഒരു തീരുമാനമാണ്. സ്റ്റാർട്ടപ്പുകളുടെ വായ്പ 10 കോടിയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം വലിയ പ്രോത്സാഹനം നൽകുന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഏത് രീതിയിൽ നോക്കിയാലും ഈ ബജറ്റ് ഒരു കേരള കേരളത്തിന് വളരെയധികം അനുകൂലമായിട്ടുള്ള കേരള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശരിയായ നിലയിൽ അതിനെ പ്രയോജനപ്പെടുത്തിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യം ലഭിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.